എന്നെ കണ്ടിട്ടല്ലേ അണ്ണൻ പോവുള്ളൂ. ഇതിപ്പോ ഞാൻ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ പോലും നിങ്ങളെ അറിയിക്കാതെ അണ്ണൻ പോയിരിക്കുന്നത്. അല്ല, ഇനിയിപ്പോ അച്ഛനും മോളും തമ്മിൽ വേണ്ടാത്ത സംസാരമൊന്നും ഉണ്ടായില്ലല്ലോ? അയ്യോ ഇല്ലെങ്കിലേ, അന്നത്തെ സംഭവത്തിന് ശേഷം വളരെ സൂക്ഷിച്ച ഞാൻ അച്ഛൻ്റെ അടുത്ത് പെരുമാറുന്നത്. ഒരു നോട്ടം കൊണ്ട് പോലും അച്ഛനെ വിഷമിപ്പിക്കില്ലെന്ന് ഞാനും രഘുവേട്ടനും ശപഥം ചെയ്തത് അങ്കളെ. അതിൻ്റെയൊക്കെ എന്താ ആവശ്യം മോളെ? നിങ്ങൾ പഴയതുപോലെ ഉള്ളു തുറന്ന് സ്നേഹിക്കുന്നതും പെരുമാറുന്നതൊക്കെ ആയിരിക്കും അണ്ണനിഷ്ടം. നിങ്ങളുടെ നീക്കങ്ങൾ യാന്ത്രികമായിട്ട് തോന്നിയാലും അണ്ണൻ്റെ വഴി നോക്കി പോയിന്നിരിക്കും. ഷോ, എനിക്ക് വയ്യ അങ്കളെ. എന്തൊക്കെയാണെങ്കിലും അച്ഛന് ഒരു വാക്ക് പറഞ്ഞിട്ട് പൊയ്ക്കൂടെ? ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അച്ഛനത് ചൂണ്ടിക്കാണിച്ചാലല്ലേ ഞങ്ങൾക്കത് തിരുത്താൻ പറ്റൂ. ഏയ്, മോള് വെറുതെ ടെൻഷനാവൊന്നും വേണ്ട. അണ്ണൻ ചിലപ്പോ പിണങ്ങിപ്പോയെന്നും ആയിരിക്കില്ല. ചിലപ്പോ ഇനി ശീരുവിന്റെ മക്കളെ വല്ല ഹോസ്പിറ്റലിലും ചെക്കപ്പിനും മറ്റോ കൊണ്ടുപോയാണെങ്കിലും. അങ്കിളെ, മക്കൾക്കിപ്പോ യാതൊരു പ്രശ്നവുമില്ല. ഇനി അഥവാ ചെക്കപ്പിന് കൊണ്ടുപോയതാണെന്ന് തന്നെ ഇരിക്കട്ടെ, അച്ഛൻ ഫോൺ ഓഫ് ചെയ്ത് വെക്കില്ലല്ലോ. എന്തായാലും തൽക്കാലം അത് വിട്, നമുക്ക് അന്വേഷിക്കാം. പിന്നെ രഘുവിന് കമ്പനി പോവാൻ മടിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? ആദ്യത്തെ ദിവസം കുറച്ചൊരു മടിയുണ്ടായിരുന്നു. ദാസങ്ങൾ കൂടി വന്നിട്ട് പോവാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ നിർബന്ധിച്ച് തള്ളി വിട്ടപ്പോ പോയി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അതെന്തായാലും നന്നായി. ഇത്രയൊക്കെ ഉള്ളു മോളെ കാര്യങ്ങൾ. നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നറിഞ്ഞാൽ തന്നെ അണ്ണന് പകുതി ആശ്വാസമായി. ഇപ്പൊ പിന്നെ ശീരുവിന്റെ കാര്യത്തിൽ അണ്ണൻ മനസ്സുകൊണ്ട് ഏതാണ്ട് സ്വസ്ഥമായി എന്ന് പറയാം. ആ, അവള് സന്തോഷത്തോടെ തന്നെയാണോ അങ്കിളെ ഫ്ലൈറ്റ് കയറിയത്? അതിപ്പോ ഒരു സിംഗപ്പൂർ യാത്ര പോകുന്നതിന്റെ സന്തോഷമൊന്നും ശീരുവിന് എന്തായാലും കാണില്ലല്ലോ മോളെ. കുറെ കാലത്തേക്ക് എല്ലാവരെയും വിട്ടു നിൽക്കേണ്ടി വരുന്നതിന്റെ ഒരു വിഷമം അവൾക്ക് എന്തായാലും ഉണ്ടാവും. പക്ഷേ അതിനൊക്കെ അപ്പുറം ചീരുവിനെ നയിക്കുന്നത് അവളുടെ ലക്ഷ്യബോധമാണ്. സ്വന്തം അച്ഛൻ്റെ അവഗണന നേരിടുന്ന രണ്ട് പെൺമക്കളെ മറ്റാരേക്കാളും ഉയരത്തിലെത്തിക്കാനുള്ള അവളുടെ വാശി. ആ ഒറ്റ തീരുമാനമാണ് മറ്റെന്തു ഉപേക്ഷിച്ച് പോകാനുള്ള അവളുടെ ധൈര്യം. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും മക്കൾക്ക് വേണ്ടി ജീവിക്കാന്നുള്ള ദൃഢനിശ്ചയം, അതിൽ ഞാൻ അവളെ അപ്രീഷിയേറ്റ് ചെയ്യാം. ഇനിയിപ്പോ ശീരുവിനെ അവളുടെ മക്കളെ തോൽപ്പിക്കാൻ ഒരാൾക്കും സാധിക്കില്ല. ഇവനെന്താ ഇന്ന് ബാഗൊക്കെ ആയിട്ട്? കുഞ്ഞുങ്ങളോടൊപ്പം ഇവിടെ കൂടാൻ വന്നതാണോ? ചേച്ചി കരുതുന്നുണ്ടാവും ഞാനിവിടത്തേക്ക് താമസം മാറാൻ പോവാണെന്നല്ലേ? ഏയ്, അങ്ങനെ കരുതേണ്ട കാര്യം എന്താ വിനയ? നിനക്കൊരു വീടുണ്ടല്ലോ. ഇത്ര പെട്ടെന്ന് ആ വീട് ബ്ലേഡ് കയറി കൊണ്ടുപോയില്ല എന്ന് എനിക്കറിയാം. ഞാനൊരു തമാശ പറഞ്ഞതിന് അമ്പളി ചേച്ചി തിരിച്ചെനിക്കിട്ടൊരു താങ്ങിയല്ലേ? ആ
അമൃത ചേച്ചി ഇത് പിടിക്കും. എന്താ ഇത്? ഇത് ആർത്തിയുടെയും ഭദ്രയുടെയും കുറച്ച് ഉടുപ്പുകളും പിന്നെ അവരുടെ കുറച്ച് പ്രിയപ്പെട്ട കളിപ്പാട്ടങ്ങളുമാ. മക്കളെ അച്ഛൻ കൊണ്ടുപോയ കാര്യം ഇവൻ അറിഞ്ഞിട്ടില്ല. ഇപ്പൊ പറഞ്ഞാൽ ഇവൻ അതില് കയറി പിടിച്ച് വഴക്കുണ്ടാക്കും. അല്ല അമൃത ചേച്ചി കൂടുതലൊന്നും ആലോചിക്കണ്ട. ഞാനവരെ നിങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് പോകുന്നില്ല. ഉം. കുറച്ച് ദിവസത്തേക്കാണെങ്കിലും അവർക്ക് ഡ്രസ്സ് വേണമല്ലോ എന്ന് അമ്മയാണ് എന്നെ ഓർപ്പിച്ചത്. ഞാൻ ഇറങ്ങുമ്പോൾ ഈ ബാഗ് എടുത്ത് വണ്ടിക്കകത്ത് വെച്ചത് അമ്മ എന്നെ. വെറുതെ നിങ്ങൾ കാശ് ചെലവിട്ട് എൻ്റെ മക്കൾക്ക് ഡ്രസ്സ് വാങ്ങണ്ടല്ലോ, ഇതങ്ങ് വെച്ചു. ശരി, നിന്റെ മക്കളെന്ന് നീ ഊന്നി പറഞ്ഞതുകൊണ്ട് ഞാനിത് വാങ്ങിക്കാം. അല്ല, നിന്റെ മക്കളെ നീ ഇങ്ങനെങ്കിലും ഓർത്തല്ലോ വിനയാ. ഞാൻ അവരെ ഓർക്കാറില്ല എന്ന് നിങ്ങൾക്ക് വെറുതെ തോന്നുന്ന ആമ്പളത്തേക്ക്. എൻ്റെ മക്കളെ ഞാൻ നന്നായിട്ട് നോക്കുമെന്ന് ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടല്ലേ ചീരു അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയത്. ആ ഉത്തരവാദിത്വം വിനയൻ എന്തായാലും കാണിച്ചിരിക്കും. മോളെ അമ്മടി. ആ അങ്കിളെ. ആ വിനയനായിരുന്നോ? ആ അങ്കിൾ ഇവിടെ ഉള്ളത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. അമ്പിളി ചേച്ചി ഒരു വാക്കുപോലും പറഞ്ഞില്ല. നീ ചോദിച്ചൊന്നുമില്ലല്ലോ. ആ ഞാൻ ഇങ്ങനെ വേറൊരു കാര്യം ആ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. ആ. പിന്നെ ഇരിക്ക്. ആ അങ്കിൾ എപ്പോഴാ വന്നത്? ഞാൻ രാവിലെ എത്തി. ഇന്ന് പുലർച്ചയ്ക്കായിരുന്നു ചെന്നൈയിൽ നിന്ന് സിംഗപ്പൂർക്കുള്ള ഫ്ലൈറ്റ്. ഓ ചീരു അത് കയറിപ്പോയി. തൊട്ടടുത്ത ഫ്ലൈറ്റിൽ ഞാൻ ഇങ്ങോട്ടേക്കും കയറി. അങ്കിള് ഞാന് രഘുവേട്ടനോട് CCTVയുടെ കുറച്ച് ഓർഡർ പിടിച്ചു തരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്കിള് കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. പിന്നെന്താ? അല്ല, ചീരുവിന്റെ കാര്യങ്ങളൊന്നും നിനക്ക് അറിയണ്ടേ? വേണ്ടെങ്കിലേ ഇപ്പൊ ഞാനിനി എന്താ അറിയാൻ. അവൾ ആഗ്രഹിച്ചിടത്തേക്ക് തന്നെ എത്തിയല്ലോ. അവളുടെ കാര്യങ്ങളൊക്കെ ഇനി ഭംഗിയായിട്ട് നടക്കുമെന്ന് എനിക്കറിയാം. അത് മതിയെങ്കിൽ അങ്കിളെ, എൻ്റെ ലക്ഷ്യം ഇനി എൻ്റെ ബാധ്യത തീർക്കല. അതിനുവേണ്ടി അങ്കിളിനെ പോലുള്ള ഒരു പറ്റാവുന്ന വർക്കൊക്കെ പിടിച്ചു തന്നു കഴിഞ്ഞാൽ ഉപകാരമായി. അത് നമുക്ക് നോക്കാം. പറ്റാവുന്ന എല്ലാ സഹായവും ഉറപ്പായിട്ട് ഞാൻ ചെയ്തിരിക്കും. താങ്ക്സ് അങ്കിളെ, അത് മതി. എന്നാ ഞാൻ പോയിക്കോട്ടെ അങ്കിളെ. ആയിക്കോട്ടെ. ശരി അങ്കിളെ.